ഇതിന് 1 ബൗൾ ഓട്സ് ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മൂത്തു അത് ഈ പാത്രത്തിലോട്ടിടാം. ആ സെയിം ബൗൾ തന്നെ അതിൻ്റെ 1/4 ഭാഗം കൂരവ് ഇതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുക. ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ ശ്രദ്ധയോടുകൂടി ഒന്ന് കാണണം. ആ ഫ്രൈ ചെയ്ത കൂരവും കൂടെ നമുക്ക് ആ ഓട്സിലിടാം. ഇത് നമുക്ക് കുറേശ്ശെ ഇട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. ഇതിന് ഉപ്പൊടി ഇട്ട് കൊടുക്കുക. കുറേശ്ശെ ഒഴിച്ച് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇതേ മാവ് നമ്മൾ പുട്ടിൻ്റെ പരുവത്തിൽ നനച്ചെടുക്കും. ഇട്ടിക്കകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ നനച്ച് വെച്ച മാവ് ഇട്ട് കൊടുക്കാം. മുകളിലോട്ട് കുറച്ച് തേങ്ങയും കൂടെ വെച്ച് കൊടുക്കാം. നമുക്ക് പുഴുങ്ങിയെടുക്കാം. ആ പുട്ട് റെഡിയായി. സാധാരണ നമ്മൾ ഓട്സ് വെച്ച് ഓട്സ് കാച്ചി കുടി അല്ലെങ്കിൽ മസാല ഓട്സ് ഉണ്ടാക്കും. ഇന്ന് നമ്മൾ ആ ഓട്സ് വെച്ച് ഓട്സും അതിൻ്റെ കൂടെ ഒരല്പം കൂരവും കൂടി ഇട്ട് ഒരു പുട്ടുണ്ടാക്കിയേക്കുക. ഓക്കെ, ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട് അല്പം എള്ളിട്ട് കൊടുക്കാം. അല്പം തേങ്ങാപ്പീര അവിടെ ഇവിടെ ആയിട്ടിട്ട് കൊടുക്കാം. പുഴുങ്ങി വെച്ചേക്കുന്ന പുട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. മുകളിലോട്ട് ഒരല്പം തേങ്ങ ഇട്ട് കൊടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഓട്സും കൂരവും കൂടെ ചേർത്ത പുട്ട്.